ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വാക്കിന് ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചാൽ ജിഹാദ് എന്ന പദത്തിന് ഓസ്കാർ കൊടുക്കേണ്ടി വരും. അത്രമാത്രം ലോകത്ത് ജിഹാദ് എന്ന വാക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെറ്റായും ശരിയായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓരോ കാലത്ത് ഓരോരുത്തരും തോന്നുന്ന വാലുകൾ ഫിറ്റ് ചെയ്തിട്ട് ജിഹാദ് എന്ന വാക്കിനെ ഇറക്കുന്നത് സമീപകാലത്തൊരു പുതിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ജിഹാദ് എന്ന പരിശുദ്ധമായ പദത്തിന് ഒരിക്കലും യോജിക്കാത്ത വാക്കുകൾ. നമ്മൾ കുറേ കാലം കേട്ടത് ലവ് ജിഹാദാണ്. അതിൻ്റെ പേറ്റുനോവ് അനുഭവിച്ചത് സംഘപരിവാറായിരുന്നു, ഫാസിസ്റ്റുകളായിരുന്നു. എന്നാൽ ഇന്ന് പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്നത് നാർക്കോട്ടിക് ജിഹാദാണ്. അതിൻ്റെ പേറ്റുനോവ് അനുഭവിച്ചതും അതിനെ പ്രസവിച്ചതും കാത്തലിക് ബിഷപ്പാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ജിഹാദുകൾ വരാൻ കിടക്കുന്നു എന്ന് പഠിച്ചവന് മാത്രമേ അറിയുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സ്രോതസ്? എങ്ങനെയാണ് ഇത്രയും പച്ചക്കള്ളം ആളുകൾക്ക് ഒരു മടിയും കൂടാതെ ആൾക്കൂട്ടത്തിന് മുന്നിൽ പറയാൻ സാധിക്കുന്നത്? ശരിക്ക് ജിഹാദ് എന്ന പദം, ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ചാവേറുകളായി പൊട്ടിത്തെറിക്കലും ബോംബിടലും വെടിയുതിർക്കലും ഒക്കെയാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ജിഹാദിനെ പഠിച്ച ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കില്ല. യുദ്ധത്തിന് വേറെ എത്ര വാക്കുകളുണ്ട്. ഖിതാൽ യുദ്ധാണ്, ഹർബ് യുദ്ധാണ്, ഒട്ടനവധി വാക്കുകൾ അറബിയിലുണ്ട്. ജിഹാദ് എന്നതുകൊണ്ട് അർത്ഥം യുദ്ധമല്ല. ജിഹാദി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പരസ്പരം പോരടിക്കുന്നതല്ല. പിന്നെ ഈ ജിഹാദിന്റെ പിറകിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അപ്പൊ എവിടെ ഇതിന്റെ സ്രോതസ് യഥാർത്ഥത്തിൽ വെറുപ്പാണ്. ഈ അവസാനമുണ്ടായ നാർക്കോട്ടിക് ജിഹാദ് എന്ന ആരോപണവും അതുമായി ബന്ധപ്പെട്ട് ആരോപിച്ച ആരോപണങ്ങളെല്ലാം ഉണ്ടായത് അങ്ങേയറ്റത്തെ വെറുപ്പിൽ നിന്നാണ്. എന്തിനോടുള്ള വെറുപ്പിൽ നിന്ന്? പരിശുദ്ധ ഇസ്ലാമിനോടുള്ള വെറുപ്പിൽ നിന്ന്. ആ വെറുപ്പിന് ചില കാരണങ്ങളുണ്ട്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾക്ക് ഇസ്ലാമിനോട് ഇത്രമാത്രം വെറുപ്പ് വരാൻ കാരണം? അതിലെ 4 കാരണങ്ങൾ അതിന് പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാരണം ഇസ്ലാമിന്റെ ആദർശമാണ്. ലോകത്ത് ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമാണ് എന്ന് സകല സെൻസസുകളും വ്യക്തമാക്കുന്നു. സകല കണക്കുകളും ഇസ്ലാം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം പടർന്ന് പന്തലിക്കുന്നു. ഇസ്ലാം വളരുന്നു. ബുദ്ധിജീവികളും സാധാരണക്കാരും ഇസ്ലാമിലേക്ക് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഒഴുകി വരുന്നു എന്ന വിഷയം കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ ഈ വിഭാഗം ആളുകൾക്ക് ഇസ്ലാമിനോട് അടക്കാൻ കഴിയാത്ത കുടിപ്പകൊക്കെ കാരണമായിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? മുസ്ലിം കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ സാമ്പത്തികമായ വളർച്ച. മുമ്പൊരിക്കലും കാണാത്ത വിധം സാമ്പത്തികമായി കച്ചവട രംഗത്തും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തും ഉദ്യോഗ രംഗത്തുമെല്ലാം മുസ്ലിങ്ങൾ ഒരുപാട് വളരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പുരോഗതി നേടാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ പറയുന്ന ആളുകൾക്ക് അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂന്നാമത്തത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം സമുദായം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. മുമ്പ് ഈ പറയുന്ന ആളുകൾ മാത്രം കുത്തകയായി വെച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ ആതുര ശുശ്രൂഷ രംഗങ്ങളുമെല്ലാം ആ ഭാഗത്തേക്ക് മുസ്ലിങ്ങൾ അവരെ പോലും കടത്തിവെട്ടുമാറ് കടന്നു വരാൻ തുടങ്ങി. മുസ്ലിങ്ങൾ ആ രംഗത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. എൻട്രൻസിലെ 1, 2, 3 റാങ്കുകളിൽ തട്ടമുട്ട പെൺകുട്ടികൾ ഉണ്ടാവാൻ തുടങ്ങി. മുസ്ലിം പേരുകൾ ഉണ്ടാവാൻ തുടങ്ങി. വലിയ വലിയ ഉദ്യോഗങ്ങളിൽ മുസ്ലിം നാമങ്ങൾ കാണാൻ തുടങ്ങി. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസൂയ ഉണ്ടാക്കിയിട്ടുണ്ട്. നാലാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അവർക്കിടയിൽ പല പ്രശ്നങ്ങളുമുണ്ട്, പല ചർച്ചകളുമുണ്ട്, പല കുഴപ്പങ്ങളുമുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്ന് പല ആരോപണങ്ങളും. അതൊന്നും ചർച്ച ചെയ്യേണ്ട, പറയേണ്ട വേദിയല്ല ഒരിക്കലും പരിശുദ്ധമായ മിമ്പർ. അതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ എന്താണ് നമുക്കറിയാം. ആ വിഷയങ്ങൾ മറച്ചു വെക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും ലോകം പയറ്റി തെളിഞ്ഞ മാർഗമാണ് ഇസ്ലാമിനൊന്ന് കുത്ത, മുസ്ലിങ്ങളൊന്ന് കുത്ത, ഒന്ന് ഇടങ്ങേറാക്കുക. അപ്പൊ എന്ത് ചെയ്യും? മീഡിയ അറ്റൻഷൻ മുഴുവനും കിട്ടും, ചർച്ചയാവും, ചർവിത ചർവണങ്ങൾ നടക്കും. ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റപ്പെടുമെന്ന് വ്യക്തമായി അറിയുന്നവരാണ് ഈ വിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ ഈ 4 കാരണങ്ങൾ ശരിക്കും പഠിച്ചു നോക്കിയാൽ എവിടെ നിന്നാണ് ഈ നാർക്കോട്ടിക് ജിഹാദും, എവിടെ നിന്നാണ് ഈ ലവ് ജിഹാദും, എവിടെ നിന്നാണ് മുമ്പൊരിക്കലും കേൾക്കാത്ത, അർത്ഥമില്ലാത്ത, സത്യമില്ലാത്ത, നീതിയില്ലാത്ത ഇത്തരത്തിലുള്ള വാക്കുകളുമെല്ലാം ജനിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, എന്താണ് യഥാർത്ഥത്തിൽ ജിഹാദ്?
ജിഹാദ്. ഖുർആൻ ജിഹാദിനെ കുറിച്ച് പറയുന്നില്ലേ? ജിഹാദ് എന്ന വാക്ക് 4 സൂറത്തുകളിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മുംതഹിന, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ തൗബ. ഈ 4 സൂറത്തുകളിൽ ജിഹാദ് എന്ന പദം തന്നെ പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സത്യസന്ധമായ ജിഹാദ് നിങ്ങൾ നടത്തണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫലാ തുതിഇൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, നിങ്ങൾ അവിശ്വാസികളെ അനുസരിച്ചു പോകരുത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ഈ പരിശുദ്ധ ഖുർആനുമായി നിങ്ങൾ എന്ത് ചെയ്യണം? വലിയ ജിഹാദ് നടത്തണം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ചട്ടെടുത്തുകൊണ്ട് പോയിട്ട് തലക്കടിച്ച് കൊല്ലല്ല. അതാണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ വാളുമായി എടുത്തിട്ട് പോയി പൊരുതാനല്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. ജിഹാദിനെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഒരാളുടെ പരമാവധി കഴിവും പണവും സമ്പത്തും ശരീരവും എല്ലാം ഉപയോഗിച്ച് ഒരു തിന്മക്കെതിരെ പ്രവർത്തിക്കുക, ആ തിന്മയെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കുക, സ്വന്തം ജീവിതത്തിൽ നിന്ന് ധർമ്മത്തിന്റെ നിഷ്ഠയെയും സംസ്കാരത്തെയും കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ജിഹാദായി ഇസ്ലാമിക പണ്ഡിതന്മാർ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ജിഹാദ് 13 വിധം ജിഹാദുണ്ട് ഇസ്ലാമിൽ. ആ 13 വിധം ജിഹാദിനെ 4ആയി പണ്ഡിതന്മാർ തരംതിരിച്ചിട്ടുള്ളതായി കാണാം. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? സ്വന്തത്തോടുള്ള ജിഹാദാണ്. ജിഹാദുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ജിഹാദാണ്. ആ ജിഹാദിൽ തന്നെ 4 തരം ജിഹാദുകളുണ്ട്. ഏതൊക്കെയാണ് ജിഹാദ്? ജിഹാദുൽ ഇൽം, അറിവിന് വേണ്ടിയുള്ള ജിഹാദ്. എന്താണ് അറിവിന് വേണ്ടിയുള്ള ജിഹാദ്? അറിവ് നേടാൻ വേണ്ടിയിട്ട്, പുസ്തകങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ലൈബ്രറികൾ കയറി ഘോരാവോ ചെയ്ത് അവിടെയുള്ള ആളുകളൊക്കെ കൊന്നിട്ട് പുസ്തകം തട്ടിപ്പടിക്കലല്ല ജിഹാദുൽ ഇൽം. അറിവ് നേടാൻ വേണ്ടിയിട്ട് ത്യാഗം സഹിക്കുക, അത് ഉള്ള സദസ്സുകൾ അന്വേഷിച്ചു പിടിക്കുക, അതുള്ള സ്രോതസ്സുകൾ അന്വേഷിച്ച് ചെല്ലുക, ഇതാണ് അറിവിന് വേണ്ടിയുള്ള ജിഹാദ്. ആ ജിഹാദ് യഥാർത്ഥത്തിൽ നമുക്ക് മുൻകാലത്ത് കഴിഞ്ഞുപോയ ഉലമാക്കൾ വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇവരൊക്കെ എന്താണ് അറിവിന് വേണ്ടിയുള്ള ജിഹാദ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇമാം ബുഖാരിയൊക്കെ ഒരൊറ്റ ഹദീസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ദിക്കുകളോളം സഞ്ചരിച്ചിട്ടുണ്ട്, കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ട്, മാസങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട്. വഴിപോക്കന്മാരായിക്കൊണ്ട് പാറിപ്പറന്ന മുടികളും മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി ഭക്ഷണം പോലും ശരിയാം വണ്ണമില്ലാതെ ഈ പറയുന്ന ഉലമാക്കൾ ഒരു ഹദീസിന് വേണ്ടി പാടുപെട്ടിട്ടുണ്ട്. അതാണ് ജിഹാദുൽ അമൽ. ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉറക്കത്തെയും ഭക്ഷണത്തെയും മാറ്റിവെച്ച് മാറി നിന്ന ഉലമാക്കളുണ്ട്. അത് ജിഹാദുൽ ഇൽമാണ്, അറിവിന് വേണ്ടിയുള്ള ജിഹാദാണ്. നമ്മൾ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച്, നമ്മുടെ കച്ചവടങ്ങൾ മാറ്റിവെച്ച്, ഏർപ്പാടുകൾ മാറ്റിവെച്ച്, മീറ്റിംഗുകൾ മാറ്റിവെച്ച്, കൺവെൻഷനുകൾ മാറ്റിവെച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന സദസ്സിലേക്ക് നമ്മൾ വന്നിരുന്നാൽ യഥാർത്ഥത്തിൽ അത് ജിഹാദുൽ ഇൽമാണ്, ഇൽമിന് വേണ്ടിയുള്ള ജിഹാദാണ്. നമ്മുടെ സ്വന്തത്തോട് ഇൽമ് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളോട് നാം പൊരുതിയാൽ അത് ജിഹാദുൽ ഇൽമാണ്. ഈ മിമ്പറിന്റെ മുന്നിൽ ജുമാക്ക് നിങ്ങൾ വന്നിരുന്ന് ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നത് ജിഹാദുൽ ഇൽമാണ്. ജിഹാദ് പൂർത്തിയാവാൻ വാളിന്റെയോ പരിചയുടെയോ ബോംബിന്റെയോ തോക്കിന്റെയോ ആവശ്യമില്ല കൂട്ടരെ. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? ജിഹാദുൽ അമൽ. അമലിന് വേണ്ടിയുള്ള ജിഹാദാണ്. രാവിലെ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ഒരു ജിഹാദാണ്, സുബഹ്ക്ക് പള്ളിയിൽ പോകുന്ന ഒരു ജിഹാദാണ്, അദ്കാറുകൾ കൃത്യമായി ചൊല്ലുന്നത് ജിഹാദാണ്, കൃത്യമായ ഖുർആൻ ഓതുന്നത് ജിഹാദാണ്. അതുപോലെ തന്നെ സ്വതഖകൾ ചെയ്യുന്നത് ജിഹാദാണ്. സ്വന്തം ആവശ്യമുണ്ടായിരിക്കെ തന്നെ സ്വതഖകൾ കൊടുക്കുന്നത് ജിഹാദാണ്. ഏതൊക്കെ അമലുകൾ ഒരാൾ ചെയ്യുന്നുണ്ടോ ആ അമലുകളെല്ലാം സ്വന്തം ശരീരത്തോട് സ്വന്തം നഫ്സിനോട് പോരടിച്ചുകൊണ്ടാണെങ്കിൽ അതെല്ലാം ജിഹാദ് തന്നെയാണ്. അതുപോലെ തന്നെ ജിഹാദുൽ ദഅവത്തിന് വേണ്ടിയുള്ള ജിഹാദ് സ്വന്തത്തോട് ചെയ്യുന്ന ജിഹാദാണ്. നമ്മൾ ഒരാളെ പുതുതായി പരിചയപ്പെട്ടു, അയാളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ലോകത്തിന്റെ വിവരങ്ങൾ സംസാരിച്ചു, രാജ്യത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചു, വിദ്യാഭ്യാസ വിഷയങ്ങൾ സംസാരിച്ചു, നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധമായി. അവിടെ നമുക്ക് പുതിയൊരു ഉത്തരവാദിത്വം ഉണ്ടാവുകയാണ്. എന്താണ് ആ ഉത്തരവാദിത്വം? ആ മനുഷ്യന് ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടില്ലെങ്കിൽ അയാളോട് ഈ സന്ദേശം പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പറയൽ വലിയൊരു ജിഹാദാണ്. ആ ജിഹാദിന്റെ ആഴം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, അത് അനുഭവിക്കണം. കാരണം നമ്മൾ ട്രെയിനിൽ ഒരാളെ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഒരാളെ പരിചയപ്പെടാൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ അറിവുകൾ കണ്ടിട്ടും സംസാരം കണ്ടിട്ടും സഹകരണം കണ്ടിട്ടും ഒരുപക്ഷെ ആളുകൾക്ക് നമ്മളോട് ബഹുമാനവും ആദരവും തോന്നും. പക്ഷേ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യത്തിൽ ആ ഇംപ്രഷൻ മുഴുവനും തകരും, നമ്മളോടുള്ള മതിപ്പ് മുഴുവനും തകരും. നമ്മൾ അവിടെ തീവ്രവാദിയാക്കപ്പെടും, നമ്മൾ അവിടെ ജിഹാദിയാക്കപ്പെടും. ആ ജിഹാദി എന്ന ആരോപണത്തെ ഭയക്കാതെ, ആ തീവ്രവാദി എന്ന ആരോപണത്തെ ഭയക്കാതെ അനുവാചകന്റെ ഹൃദയത്തിൽ പടുത്തുക
ഉയർത്തപ്പെട്ട ഇംപ്രഷൻ തകരുന്നതിനെ ഭയക്കാതെ നാം നടത്തുന്ന ദഅവത്തുണ്ടല്ലോ, ആ ദഅവത്ത് ജിഹാദുൽ ലിദഅവയാണ്. അതുപോലെ തന്നെ ജിഹാദുൽ ലിസ്വബർ, ക്ഷമക്ക് വേണ്ടിയുള്ള ജിഹാദ്. ഉമ്മ മരിച്ചാൽ, വാപ്പ മരിച്ചാൽ, ഭാര്യ മരണപ്പെട്ടു പോയാൽ, മക്കൾ മരണപ്പെട്ടു പോയാൽ, കച്ചവടം തകർന്നു പോയാൽ, കൃഷിനാശം സംഭവിച്ചാൽ, കടം കൂടിയാൽ, എല്ലാ ദുരന്തങ്ങളിലും ഒരു മുസ്ലിം അനുഭവിക്കുന്ന, ഒരു മുസ്ലിം അനുവർത്തിക്കുന്ന സ്വബർ, ക്ഷമ എന്ന് പറയുന്നത് ജിഹാദാണ്. ഇത് നാലും ജിഹാദാണ്. ഇവിടെ എവിടെയാണ് ആയുധത്തിന്റെ ആവശ്യം? ഇവിടെ എവിടെയാണ് ആയുധത്തിന്റെ ആവശ്യം? ഇവിടെ എവിടെയാണ് ഒരു നിർബന്ധിക്കൽ ഉണ്ടാവുന്നത്? ഒരിക്കലുമില്ല പ്രിയപ്പെട്ടവരെ. ഈ 4 തരം സ്വന്തത്തോടുള്ള ജിഹാദാണ്. രണ്ടാമത്തെ തരം ജിഹാദ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പഠിപ്പിച്ചു തരുന്നു, പിശാചിനോടുള്ള ജിഹാദാണ്, ശൈത്താനോടുള്ള ജിഹാദാണ്. എന്താണ് ശൈത്താനോടുള്ള ജിഹാദ്? 2 തരം ജിഹാദുകളാണ്. ഒന്ന് ശുബ്ഹാത്ത്, ജിഹാദുൻ ഇല ശുബ്ഹാത്ത്, ജിഹാദുൻ ഇല ഷഹ്വാത്ത്. ഷഹവാത്തുകൾക്കെതിരെയും ശുബ്ഹാത്തുകൾക്കെതിരെയുമുള്ള ജിഹാദ്. എന്താണ് ശുബ്ഹാത്ത്? ഒരാള് നന്നാവാൻ തീരുമാനിച്ചാൽ, ഷഹവാത്തിൽ നിന്ന് മോചനം നൽകപ്പെട്ട ഒരാൾ നന്നാവാൻ തീരുമാനിച്ചു. എന്താണ് ഷഹവാത്ത്? സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദതി വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. പെണ്ണ് ഷഹവാത്താണ്, കച്ചവടം ഷഹവാത്താണ്, സമ്പത്തുകൾ ഷഹവാത്താണ്, സ്വർണം ഷഹവാത്താണ്, വെള്ളികൾ ഷഹവത്താണ്, അതുപോലെ തന്നെ വാഹനങ്ങൾ ഷഹവത്താണ്, ദുനിയവിയായ എല്ലാ സംവിധാനങ്ങളും ഷഹവത്താണ്. ഇതിന്റെ കാര്യത്തിൽ അമിതമായ ഒരാൾ പ്രാധാന്യം നൽകി കഴിഞ്ഞാൽ അതിന്റെ ഫലം അയാൾ നാശമടയുമെന്നതാണ്. ഇതിൽ നിന്ന് ഒരാൾ മോചനം നൽകപ്പെട്ടു. വ്യഭിചാരത്തിൽ നിന്നും, ലഹരി ഉപയോഗങ്ങളിൽ നിന്നും, വൃത്തികേടിൽ നിന്നുമെല്ലാം ഒരാൾ മോചനം നൽകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അയാളെ പിശാച് കൊണ്ടുപോകുന്ന സ്ഥലമാണ് ശുബ്ഹാത്ത്. മതത്തിലെ അയാൾക്ക് ശുബ്ഹാത്ത് ഉണ്ടായി കൊടുക്കും. ഇന്നത് ചെയ്ത കൂലിയല്ലേ, ഇത് ഭയങ്കര പുണ്യമല്ലേ, ഇത്രയൊക്കെ മതിയോ, ഇത്ര പോരെ എന്നൊക്കെ തരത്തിലുള്ള പിശാചിന്റെ ശുബ്ഹാത്തുകളിൽപ്പെട്ട് മതത്തെയും ജീവിതത്തെയും പരലോകത്തെയും ദുനിയാവിനെയും നശിപ്പിക്കുന്ന വലിയ വിഭാഗം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ശഹവാത്തുകൾക്കും ശുബ്ഹാത്തുകൾക്കും എതിരെയുള്ള പോരാട്ടം പിശാചിനെതിരെയുള്ള പോരാട്ടമാണ്. ജിഹാദ് ശൈത്താനെതിരെയുള്ള പോരാട്ടമാണ് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ജിഹാദിന്റെ വിഭാഗം ഏതാണ്? പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നു, അത് തിന്മയുടെ വക്താക്കൾക്കെതിരെയുള്ള ജിഹാദാണ്. മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും ആഖിറത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, മൻ റആ മിൻകും മുൻകറ, അവനൊരു മോശം കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഫൽയുഗയ്യിർ ബിയദിഹി ഫഇൻ ലം യസ്തതി' ബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. ആ വൃത്തികേടിനെ കൈകൊണ്ട് തടയേണ്ട ബാധ്യത അവനുണ്ട്. കൈകൊണ്ട് തടയേണ്ട, കൈ പിടിച്ചു വെക്കേണ്ട ബാധ്യത അവനുണ്ട്. ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നാം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾ കൊള്ളയടിക്കപ്പെടാൻ പോകുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നാം കണ്ടു കഴിഞ്ഞാൽ, അതിനെ കൈകൊണ്ട് തടയേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ട്. എന്നാൽ എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് തടയാൻ സാധിക്കില്ല. അതിന് നിയമപരമായ പരിമിതികളുണ്ട്. അവിടെയാണ് അടുത്ത വാതില് പടച്ചോൻ തുറന്നത്. ഓ ബിലിസാനി, നാവ് കൊണ്ട് പറയുക. തിന്മക്കെതിരെ സംസാരിക്കുന്ന സംസാരങ്ങളെല്ലാം ജിഹാദിൽപ്പെട്ടതാണ്. അതേത് തിന്മയായാലും, വ്യഭിചാരമായാലും, ലഹരി ഉപയോഗങ്ങളായാലും, പെണ്ണുപിടിയായാലും, ഏത് തരത്തിലുള്ള തിന്മയായാലും അതിനെതിരെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ തിന്മയുടെ വക്താക്കൾക്കെതിരെയുള്ള ജിഹാദാണ്. ഇനി ഒരാൾക്ക് കൈകൊണ്ട് തടയാനും പറ്റൂല, അയാൾക്ക് നാവ് കൊണ്ട് പറയാനും പേടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് അവൻ വെറുക്കണം ആ തിന്മയെ ഹൃദയം കൊണ്ട് വെറുക്കണം. അതുപോലും ജിഹാദാണ്. തിന്മയുടെ വക്താക്കൾക്കെതിരെയുള്ള ജിഹാദാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. നാലാമത്തെ തരത്തിലുള്ള ജിഹാദാണ് എന്ത്? അവിശ്വാസികളോടും കപടവിശ്വാസികളോടുമുള്ള ജിഹാദ്. കപടവിശ്വാസികളോടും അവിശ്വാസികളോടും ആ ജിഹാദ് ഏതൊക്കെ തരത്തിലുണ്ട്? ഖൽബ് കൊണ്ടുള്ള ജിഹാദ് ഉണ്ട്. അവിശ്വാസത്തെയും കപടവിശ്വാസത്തെയും ഹൃദയം കൊണ്ട് നാം വെറുക്കേണ്ടതുണ്ട്. അവിശ്വാസികളെയും കപടവിശ്വാസികളെയും അല്ല, അവിശ്വാസത്തെയും കപടവിശ്വാസത്തെയും. കാരണം ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അല്ലാഹു പറഞ്ഞതാണ്, ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നിരോധിക്കുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരുമായി, ഫിദ്ദീൻ, ദീനിൽ, വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് അവർ നിങ്ങളെ പുറത്താക്കിയിട്ടുമില്ല, അൻ തബറൂഹും, അവരോട് നന്മ ചെയ്യുന്നതിൽ, അവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നതിൽ എന്തില്ല, അല്ലാഹു നിങ്ങളെ നിരോധിക്കുന്നില്ല. അങ്ങനെയുള്ള
അങ്ങനെയുള്ള അവിശ്വാസികളുമായും അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികളുമായും നല്ല നിലയിൽ വർത്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരുടെ വിശ്വാസത്തോട് എന്നും വെറുപ്പ് തന്നെ ഉണ്ടാവണം. കപട വിശ്വാസമായാലും അവിശ്വാസമായാലും അത് രണ്ടും മുസ്ലിം എതിർക്കേണ്ടത് തന്നെയാണ്, വെറുക്കേണ്ടത് തന്നെയാണ്. അതിനെതിരെയുള്ള ജിഹാദ് ഏതൊക്കെ വിധത്തിലാണ്? ബിൽ ഖൽബ്, ഒന്ന് ഹൃദയം കൊണ്ടാണ്, വബിൽ ലിസാൻ, രണ്ടാമത്തെ നാവ് കൊണ്ടാണ്, ബിൽ മാൽ, ധനം ഉപയോഗിച്ചാണ്, ദഅവത്തിന്റെ മാർഗത്തിൽ ധനം ഉപയോഗിച്ചാണ്, ബിൻ നഫ്സ്, അതിന്റെ മാർഗത്തിൽ നടന്നുകൊണ്ടും പ്രയത്നിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും തന്നെയാണ് ഈ 4 തരത്തിലുള്ള ജിഹാദ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, 4 രീതിയിലുള്ള ജിഹാദാണ് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ 4 രീതിയിലുള്ള ജിഹാദുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് ഏതാണ്? ജിഹാദുൽ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള ജിഹാദാണ്. കാരണം ബാക്കിയുള്ള ജിഹാദെല്ലാം ഫർദ് കിഫായാണ്. ആരെങ്കിലും ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. എന്നാൽ ജിഹാദുൽ നഫ്സ് എന്ന് പറയുന്നത് ഫർദ് ഐനാണ്. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ജിഹാദുൽ നഫ്സിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ എന്തായി? നരകാവകാശിയായി. പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടാലോ, ബാക്കിയുള്ള ജിഹാദുകളിൽ പരാജയപ്പെട്ടാലോ നമ്മൾ സ്വർഗാവകാശികളാണ്. നമ്മൾ അവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ നമ്മൾ സ്വർഗാവകാശികളാണ്. എന്നാൽ സ്വന്തത്തോടുള്ള ജിഹാദിൽ നമ്മൾ തോക്കുകയാണെങ്കിൽ, പരാജയപ്പെടുകയാണെങ്കിൽ, ഷഹവാത്തുകളിൽ നമ്മൾ പെടുകയാണെങ്കിൽ, ശുബ്ഹാത്തുകളിൽ നമ്മൾ പെടുകയാണെങ്കിൽ, വൃത്തികേടുകളിൽ നമ്മൾ പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ നരകാവകാശികളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ നമുക്ക് കാണാം, വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫി തഅത്തില്ലാഹ്. ആരാണ് മുജാഹിദ്? ആരാണ് ജിഹാദ് ചെയ്യുന്നവൻ? അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ മുജാഹിദ്. വൽ മുഹാജിറു മൻ ഹജറൽ ഖതായ വദ്ദുനൂബ്. ആരാണ് മുഹാജിർ? ആരാണ് പലായനം ചെയ്യുന്നവൻ? യഥാർത്ഥത്തിൽ അവന്റെ തിന്മയിൽ നിന്നും വൃത്തികേടിൽ നിന്നും മാറി നിൽക്കുന്നവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ പലായനം ചെയ്യുന്നവൻ. വേറൊരു ജിഹാദും, മാതാപിതാക്കളിലുള്ള ജിഹാദ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ മാതാപിതാക്കളുടെ ജിഹാദ്? മാതാപിതാക്കളോട് പോയിട്ട് തല്ലൂടല, ഗുസ്തി പിടിക്കല, മാതാപിതാക്കളെ തെറി പറയല, അവരോട് ബഹുമാനക്കേട് കാണിക്കല അല്ല. എന്താണ് മാതാപിതാക്കളുടെ ജിഹാദ്? അൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. യസ്തഅദിനുഹു ഫിൽ ജിഹാദ്. യുദ്ധത്തിന് വേണ്ടി അനുവാദം ചോദിച്ചു. യുദ്ധത്തിന് പുറപ്പെടാൻ പോവാണ് മുസ്ലിങ്ങൾ. യുദ്ധത്തിന് വേണ്ടി അനുവാദം ചോദിച്ചു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അഹയ്യുൻ വാലിദാക്. നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഖാല നഅം. അദ്ദേഹം പറഞ്ഞു, അതെ, ജീവിച്ചിരിപ്പുണ്ട്. ഫഫീഹിമാ ഫജാഹിദ്. അവരിലാണ് നിന്റെ ജിഹാദ്. ഉമ്മാനെയും ഉപ്പാനെയും സംരക്ഷിക്കൽ ജിഹാദാണ്. അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കൽ ജിഹാദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നതിനേക്കാൾ വലിയ ജിഹാദാണ് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർണയിച്ചു കൊടുക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന ജിഹാദ് ഇതാണ് പ്രിയപ്പെട്ടവരെ. പിന്നെ എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഈ ജിഹാദിനെ ഇവർ വളച്ചൊടിക്കുന്നത്? ഏത് വിധത്തിലാണ് ജിഹാദ് ഈ ലോകത്തിന് മുഴുവൻ ഭയങ്കര ഭീഷണിയാണ് എന്ന തരത്തിലൊക്കെ ഇപ്പൊ അവസാനം വന്ന നാർക്കോട്ടിക് ജിഹാദ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ആശയം തന്നെ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു പറയാൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന അർ-റുശ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വ യുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലൗ ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. അതേത് വിധേനയാകട്ടെ മതത്തിൽ ബലാത്കാരമില്ല. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഒരാൾക്ക് വീട് ദാനം ചെയ്യാൻ പാടില്ല. ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ഒരാൾക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ഒരാൾ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ അയാൾ ഇസ്ലാമിലേക്ക് വരാൻ തടസ്സം നിൽക്കുന്നെങ്കിൽ അയാളെ നമുക്ക് സഹായിക്കാമതല്ലാതെ ആദർശം മനസ്സിലാക്കാത്ത ഒരു മനുഷ്യന് വീട് നൽകിയിട്ടും വാഹനം നൽകിയിട്ടും ജോലി വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിനെതിരാണ്. എന്നിട്ട് പറയുന്നു, ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. നേർമാർഗ്ഗം വക്രതയിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ. ആര് താഗൂത്തുകളിൽ വിശ്വസിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തോ, ബലമുള്ള ഒരു കയറിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അതൊരിക്കലും പൊട്ടാനും പോകുന്നില്ല. ഇവിടെ ഈ ആയത്ത് നിലനിൽക്കെ, ഈ ആയത്തിന് നുസ്ഖ് സംഭവിച്ചിട്ടില്ല എന്നിരിക്കെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത്
ലവ് ജിഹാദുമായും നാർക്കോട്ടിക് ജിഹാദുമായും സമുദായത്തിലേക്ക് ഇറങ്ങുക എന്ന ചോദ്യത്തിന് ആരോപണം ഉന്നയിക്കുന്ന ആർക്കും ഇന്നുവരെ വ്യക്തമായ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. ഇനി നാർക്കോട്ടിക് ജിഹാദിലേക്ക് ലഹരി ഉപയോഗിച്ചിട്ടുള്ള ജിഹാദ്, അത് വലിയ കോമഡിയാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 2021 കേരളം കേട്ട ഏറ്റവും നല്ല കോമഡിയാണത്. കാരണം ലഹരിയുടെ വിഷയത്തിൽ ഇസ്ലാം എടുക്കുന്ന നിലപാട് എന്താണ്? ഒറ്റ ഖുർആനൊന്ന് വായിച്ചാൽ മതി. സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠയും കണക്ക് നോക്കലുമെല്ലാം പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് വെടിഞ്ഞുകൊള്ളുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. ഇതിൽ 4 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത്. ആ ആയത്തിന് അപ്പുറത്തേക്ക് പറയാൻ പോകുന്നത് ഓരോ മുസ്ലിമും അനുസരിക്കൽ ബാധ്യതയാണ്, തള്ളിക്കളയാൻ പാടില്ല. അഹ്കാമാണ് പറയാൻ പോകുന്നത്, ഫർദാണ് പറയാൻ പോകുന്നത്, വാജിബാണ് പറയാൻ പോകുന്നത്. അത് തള്ളിക്കളയാൻ ഒരു മുസ്ലിമിന് ഒരിക്കലും പാടുള്ളതല്ല. എന്നിട്ട് അതിനുശേഷം പറയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, രണ്ടാമത്തേതായി ചൂതാട്ടത്തോടും പ്രതിഷ്ഠയോടും കണക്ക് നോക്കലോടും ഈ വിഷയങ്ങളെല്ലാം വൻ പാപങ്ങളായി എണ്ണി പറഞ്ഞതാണ്. ഈ പാപങ്ങളോടൊപ്പമാണ് പടച്ചറബ് മദ്യത്തെ എണ്ണിയത്, ലഹരിയെ എണ്ണിയത്. അതുകൊണ്ട് ഒന്നാമതായി എണ്ണിയത് മദ്യമാണ്. ആ മദ്യം എത്രമാത്രം പാതകമാണ് എന്നത് ഈ ആയത്തിലൂടെ വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നു. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിൽ മദ്യത്തെ വിശേഷിപ്പിച്ചത് റിജ്സ് എന്നാണ്. റിജ്സ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നർത്ഥം വരുന്ന, മാലിന്യത്തെക്കാൾ മേച്ചമായത് എന്നർത്ഥം വരുന്ന വാക്കുകൾക്കാണ് റിജ്സ് എന്ന് ഉപയോഗിക്കുക. ആ റിജ്സിലാണ് ലഹരിയെ മുഴുവൻ പടച്ചറബ് ഉപയോഗപ്പെടുത്തിയത്, പടച്ചറബ് വിശേഷിപ്പിച്ചത്. നാലാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഫജ്തനിബൂ, നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം. വിജയം നേടാനുള്ള മാർഗമായിട്ട് പടച്ചോൻ പഠിപ്പിച്ചതാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കണം. എന്നിട്ട് പറഞ്ഞ പട്ടികയിൽ ഒന്നാമതായി പറഞ്ഞതാണ് ലഹരി എന്ന വസ്തുത. ഖുർആൻ പറഞ്ഞതാണ്. ഈ ലഹരി ഉപയോഗിച്ചിട്ട് പിന്നെ ഏത് ഇസ്ലാമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രചരിപ്പിക്കാനുള്ളത്? ഈ ലഹരി ഉപയോഗിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യത്തെ കുറിച്ച് പറഞ്ഞത് വളരെ വ്യക്തമായി നമുക്കറിയില്ലേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ് വ അക്ബറുൽ കബായിർ. കള്ളെന്ന് പറയുന്നത് മ്ലേച്ഛതകളുടെ മാതാവാണ്, വൃത്തികേടുകളുടെ ഉമ്മയാണ്. അതുപോലെ തന്നെ വലിയ തിന്മകളിൽ ഏറ്റവും വലുതുമാണ്. മൻ ശരിബഹ വഖഅ അലാ ഉമ്മിഹി വ ഖാലതിഹി വ അമ്മതി. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വാക്കാണ് പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞത്. ആരെങ്കിലും അത് കുടിച്ചു കഴിഞ്ഞാൽ വഖഅ അലാ ഉമ്മിഹി വ ഖാലതിഹി വ അമ്മതി, അവന്റെ ഉമ്മയെയോ അവന്റെ ഭർത്തൃ സഹോദരിയെയോ അവന്റെ മാതൃ സഹോദരിയെയോ പോലും പ്രാപിച്ചേക്കാം അത് കുടിച്ചു കഴിഞ്ഞാൽ. എത്ര കൃത്യമാണത്! ലഹരി അങ്ങോട്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ദുരന്തമാണ് പ്രിയപ്പെട്ടവർ ലോകത്ത് നടക്കുന്നത്. ഡൽഹിയിൽ നടന്ന പീഡനത്തിന്റെ അതിക്രൂരമായ അധ്യായത്തിന്റെ താളുകൾ ജനസാമാന്യത്തിന്റെ മുന്നിലേക്ക് തുറന്നിടുമ്പോ അതിലും ഈ മദ്യത്തിന്റെ വൃന്ദാങ്ങുണ്ടായിരുന്നു. 70 വയസ്സും 7 വയസ്സുമുള്ള വൃദ്ധയെയും ബാലികയെയും പീഡിപ്പിച്ചവന് കൂട്ടുനിന്നത് ഈ ലഹരി തന്നെയാണ്. ഉമ്മുൽ ഫവാഹിഷ്, വൃത്തികേടുകളുടെ മ്ലേച്ഛതകളുടെ ഉമ്മ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ള് കുടിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, അത് എല്ലാ തിന്മയുടെയും താക്കോലാണ്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ ഏത് തിന്മയും നിങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറക്കപ്പെടും. ഒരു തിന്മയും ചെയ്യാൻ നിങ്ങൾക്കൊരു തടസ്സവും ഉണ്ടാവില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കള്ളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് 10 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ വിഭാഗം
ആളുകൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി 10 വിഭാഗം ആളുകളെ ലഹരിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആളുകൾ? ആസുറഹ, അത് വാറ്റുന്നവൻ, കള്ളു വാറ്റുന്നവൻ. വമുഅതസിറഹ, ആർക്ക് വേണ്ടിയാണോ ആ കള്ളു വാറ്റുന്നത് അവനും ശപിക്കപ്പെട്ടവനാണ്. വശാരിബഹ, അത് കുടിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വഹാമിലഹ, അത് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വൽ മഹ്മൂലതു ഇലൈ, ആർക്ക് വേണ്ടിയാണോ അത് ചുമക്കപ്പെടുന്നത് അവനും ശപിക്കപ്പെട്ടവനാണ്. വസാഖിയഹ, അത് കുടിപ്പിക്കുന്നവനും ശപിക്കപ്പെട്ടവനാണ്. വബായിഅഹ, അത് കച്ചവടം ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വആകില തമനിഹ, അതിന്റെ ലാഭം ഭക്ഷിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വൽ മുഷ്തരീലഹ, അത് വാങ്ങിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. വൽ മുഷ്തറാതു ലഹു, ആർക്ക് വേണ്ടിയാണോ വാങ്ങിക്കപ്പെടുന്നത് അവനും ശപിക്കപ്പെട്ടവനാണ്. സുബ്ഹാനല്ലാഹ്. ഇനി ആരാണ് പറയാൻ ബാക്കിയുള്ളത്? വാറ്റുന്നവൻ, ആർക്ക് വേണ്ടിയാണോ വാറ്റപ്പെടുന്നത് അവൻ, ചുമക്കുന്നവൻ, കൊണ്ടുവരുന്നവൻ, വാങ്ങിക്കുന്നവൻ, എല്ലാവരും ശപിക്കപ്പെട്ടവരാണ്. അതായത് ഈ ഹദീസ് നമുക്ക് മനസ്സിലാവേണ്ട എന്താ അറിയോ? മദ്യം തീന്മേശക്ക് പുറത്തെത്തുന്നതിലുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നീക്കം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ, എന്തെങ്കിലും ഒരു നീക്കം, നമ്മുടെ ഇടയിലുള്ള പല ആളുകൾക്കും കൈക്കൂലി നൽകുന്നതിന് വേണ്ടി മദ്യം നൽകാറുണ്ട്. അതുപോലെ തന്നെ പല ആളുകളെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മദ്യം നൽകാറുണ്ട്. നമ്മളത് കുടിച്ചിട്ടില്ലെങ്കിലും, നമ്മളത് കച്ചവടം ചെയ്തിട്ടില്ലെങ്കിലും, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപത്തിന്റെ ഒരു പങ്ക് നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രത്തോളം ലഹരിയെ പരിശുദ്ധ ഇസ്ലാം വെറുത്തിട്ടുണ്ട്, ശപിക്കപ്പെട്ടതാക്കിയിട്ടുണ്ട്. മാത്രല്ല, കള്ളു കുടിച്ചവന് ഇസ്ലാമിക രാജ്യത്തിലെ ശിക്ഷ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചെരുപ്പ് കൊണ്ടും ചാട്ടവാറ് കൊണ്ടും കള്ളു കുടിച്ചവനെ അടിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കള്ളു കുടിച്ചവനെ 40 അടിയോളം അടിച്ചിട്ടുണ്ട്. കുടിച്ചവനെ. ഇന്നും സൗദിയിലെ ശക്തമായ നിയമങ്ങൾ നമുക്ക് മുന്നിൽ സാക്ഷിയാണ്. എത്രത്തോളം ഇസ്ലാം ഈ ലഹരിയോട് എതിർത്ത് നിൽക്കുന്നു, ലഹരിയെ നിരോധിക്കുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം യഥാർത്ഥമായി നിലനിൽക്കുന്ന രാജ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രത്തോളം ലഹരിയെ എതിർത്ത് നിൽക്കുന്ന ഇസ്ലാം ഇപ്പം പറയാണ് ഈ ലഹരി ഉപയോഗിച്ചിട്ട് ആൾക്കാർ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു. ഇതിനെ ഓക്സിമോറോൺ എന്നാണ് പറയാ ഇംഗ്ലീഷിൽ. ഓക്സിമോറോൺ എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഐസ്ക്രീം എന്നൊക്കെ പറയില്ലേ, അതുപോലെ പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഓക്സിമോറോൺ ആണ്. തമ്മിൽ ഒരിക്കലും യോജിക്കില്ല, ഒരിക്കലും ഒരു സെൻസ് ഉണ്ടാവാത്ത സംഗതിയാണത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പ്രതികരിക്കണം ഇതിനെതിരെ. നാം പക്വതയോടുകൂടിയും വിവേകത്തോടുകൂടിയും പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പ്രചരിപ്പിക്കാനും നാം തയ്യാറാവണം. നമ്മുടെ ഉമ്മത്തിനിടയിൽ ഈ ലഹരി എന്ന് പറയുന്ന വലിയ വിപത്ത് വ്യാപകമാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ രാവും പകലുമില്ലാതെ ജാഗരൂകമായി പ്രവർത്തിക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ വല്ലാത്ത അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഒരു വിഷയം വരുന്നതിൻ്റെ മുന്നേ നമ്മളൊക്കെ ഒരുപാട് വേദികളിൽ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമാണ് ഇസ്ലാം നടത്തിയ വിപ്ലവങ്ങൾ. ഇസ്ലാം നടത്തിയ പ്രധാന വിപ്ലവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ കാലഘട്ടത്തിലുള്ള അറബികളെ മദ്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ആ ചരിത്രം, രോമാഞ്ചജന്യമായ ചരിത്രം ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒട്ടുമിക്ക സ്വഹാബികളും മദ്യം ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു ഡി അഡിക്ഷൻ സെന്ററിലും കൊണ്ടാക്കേണ്ട അവസ്ഥ അവർക്ക് ഉണ്ടായിട്ടില്ല. എവിടെയും കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല. ഒരു ചികിത്സയുടെയും ആവശ്യം ഉണ്ടായിട്ടില്ല. അവർക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഫഹൽ അൻതും മുൻതഹൂൻ എന്ന സൂറത്തുൽ മാഇദയിലെ ആയത്ത് അവതരിച്ചപ്പോ, സൂറത്തുൽ നിസായിലെ ആയത്ത് അവതരിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകൾ കേട്ട്
മദ്യം ചുണ്ടനോട് അടുപ്പിച്ചിരുന്ന കോപ്പകൾ വലിച്ചെറിഞ്ഞ ഒരു ഉമ്മത്തിന്റെ ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്. മദ്യത്തിന്റെ വീപ്പകൾ അടിച്ചു പൊട്ടിച്ച് മദീനയുടെ തെരുവീതികളിലൂടെ മദ്യം ചെറുതായി ഒഴുകുന്ന രൂപത്തിലേക്ക് വരെ ആ നിരോധനം എത്തിച്ച ചരിത്രമാണ് പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത്. എത്രമാത്രം എതിർത്ത് നിൽക്കുന്നു പരിശുദ്ധ ഇസ്ലാം ഈ ലഹരിയുമായി. എന്നാൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളോ, ആ ഉന്നയിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന മതഗ്രന്ഥങ്ങളിൽ കാനായിലെ വിരുന്നിൽ പച്ചവെള്ളത്തെ മദ്യമാക്കി മാറ്റി അത്ഭുതം കാണിച്ചു കൊടുത്ത കഥകളാണ് അവർ യഥാർത്ഥത്തിൽ പറയുന്നത്. പക്ഷെ ഇസ്ലാമിന് ഒരു തരത്തിലും മദ്യത്തെയോ ലഹരി ഉപയോഗങ്ങളെയോ ഒരു തരത്തിലും, നമ്മൾ ആ ഹദീസ് കേട്ടല്ലോ, 10 വിഭാഗം ആളുകൾ ഏത് തരത്തിൽ ബന്ധപ്പെട്ടാലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശാപം അവനുണ്ടാകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിനെതിരെയാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ്, എന്നിട്ട് അത് തിരുത്താനോ മാറ്റാനോ തയ്യാറാവാതെ ഒരു വലിയ ജനവിഭാഗം അതിന് താങ്ങുകൂടി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ആ സത്യത്തിന്റെ മുകളിൽ വെറുപ്പ് കയറി നിൽക്കുന്ന ഭീകരമായ കാഴ്ചയാണ്. ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് കാണാനിരിക്കുന്നതും അത് തന്നെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ഇസ്ലാമിന് നേരെ വരാനിരിക്കുന്ന ആരോപണങ്ങൾ ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലുതാണ്, ഇതിനേക്കാൾ ഭയാനകമാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് വലിയൊരു ബാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ലതുബ്ലവുന്ന ഫീ അംവാലികും വ അൻഫുസികും, നിങ്ങളുടെ സമ്പത്തിലും സന്താനത്തിലും സ്വന്തത്തിലും ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ, ജൂത ക്രിസ്ത്യാനികളിൽ നിന്നും ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ വലതസ്മഉൻ, 2 തവണയാണ് തീർച്ചപ്പെടുത്തിയത്. 2 തവണ ല എന്ന വാക്ക് തീർച്ചപ്പെടുത്തേണ്ടതാണ്. നൂന് ശബ്ദ കൊടുത്താൽ അതും തീർച്ചപ്പെടുത്തേണ്ടത്. 2 തവണ അള്ളാഹു തീർച്ചപ്പെടുത്തിയതാണ്. കേൾക്കുക തന്നെ ചെയ്യും. അദൻ കസീറ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, നമ്മളത് കേട്ടുകൊണ്ടിരിക്കാൻ. പക്ഷേ ഈ സമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇതൊന്നും കേട്ടിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അവരിങ്ങനെ നാർക്കോട്ടിക് ജിഹാദോ ആയിക്കോട്ടെ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദോ ആയിക്കോട്ടെ ലവ് ജിഹാദ്. ഈ അടുത്ത കാലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാനിടയായി. അവളതിൽ കുറിച്ചിട്ടിരിക്കുന്നത്, ഈ തൊപ്പിയും താടിയും വെച്ചിട്ട് തീവ്രവാദികൾ പറയുമ്പോൾ മുസ്ലിങ്ങൾ വല്ലാതെ കയർക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മനസ്സിലും അതൊക്കെ തന്നെയാണ് വരുന്നത്. തീവ്രവാദി ഭീകരവാദി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും അത് തന്നെയാണ് വരുന്നത്. ഇത് മീഡിയയുടെ പ്രൊപ്പഗൻഡയുടെ വിജയമാണ്. ന്യൂസിലാൻഡിൽ ഒറ്റയടിക്ക് 50 ആളുകൾ വെടിവെച്ച് കൊന്ന ആളുടെ രൂപം ഒരിക്കലും തീവ്രവാദി ഭീകരവാദി എന്ന് പറയുമ്പോൾ വരില്ല. ലക്ഷക്കണക്കിന് പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ഫലസ്തീനിൽ കൊന്നുകളഞ്ഞ അമേരിക്കയുടെയോ അല്ലെങ്കിൽ പട്ടാളക്കാരുടെയോ ചിത്രം ഒരിക്കലും തീവ്രവാദി ഭീകരവാദി എന്ന് പറയുമ്പോൾ ആ ചിത്രങ്ങളൊന്നും മനസ്സിൽ വരില്ല. കാരണം സാമാന്യ പൊതുബോധത്തിന്റെ അകത്തേക്ക് മീഡിയകൾ കുത്തിവെച്ചിരിക്കുന്ന ചിത്രം ഇതാണ്. തൊപ്പിയും താടിയും വെച്ച മുസ്ലിം അതെന്നും ബോംബിന്റെയും തോക്കിന്റെയും പ്രതീകമാണ്. പ്രിയപ്പെട്ടവരെ, അതൊരിക്കലും നമുക്ക് വേദനയുണ്ടാക്കാതിരിക്കാൻ പാടില്ല. വേദനയുണ്ടാക്കേണ്ടതുണ്ട്, പ്രയാസമുണ്ടാക്കേണ്ടതുണ്ട്. പക്ഷേ ആ പ്രയാസങ്ങളും വേദനകളും എല്ലാം പക്വമായ വിവേകത്തോടുള്ള പ്രതികരണങ്ങൾക്ക് മാത്രമേ വഴിവെക്കാവൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, യഥാർത്ഥ ഇസ്ലാമിനെ ജീവിതത്തിലൂടെയും വാക്കിലൂടെയും സമൂഹ മധ്യത്തിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നാദാ, മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ. എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും ഈ ആദർശത്തിന്റെ വക്താക്കളും ഈ ആദർശത്തിന്റെ സ്നേഹിതന്മാരുമായി ഞങ്ങളെ മരണം വരെ നീ ജീവിപ്പിക്കണേ റബ്ബേ. മരണത്തിന്റെ സമയത്ത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ചൊരിച്ചുകൊണ്ട് നീ ഞങ്ങളെ മുരിപ്പിക്കണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ ഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ.